ഇരിട്ടി പയ്യഞ്ചേരിമുക്കിൽ പുഷ്പാരാം സെന്ററിൽ പ്രവർത്തിക്കുന്ന സെന്റ് ആന്റണീസ് കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ സ്കാംസ് ആർട്സ് ഫെസ്റ്റ് എന്തൂസിയ 2K26 സംഘടിപ്പിച്ചു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കെ രാജീവൻ ഉദ്ഘാടനം ചെയ്തു. ഒരു കാലത്ത് 80കളിൽ എല്ലാവരും ഓർക്കുന്നുണ്ടാവും. ആ ഒരു ഏജ് റേഞ്ചിലുണ്ടായ കുറച്ചുകൂടി പ്രായപൂർത്തി ആയിട്ടുള്ള ആൾക്കാർക്ക് ഓർമ്മയുണ്ടാവും, ഇപ്പോഴുള്ള വിദ്യാർത്ഥികൾക്ക് അല്ലാതെ. അതായത് അക്കാലത്ത് പഠനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾക്കാകെ ഓർമ്മയുണ്ടായിരുന്നത് 10ാം ക്ലാസ് പാസ്സാവുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ 1-2 കോളേജുകളിൽ പ്രീ-ഡിഗ്രി കഴിയുക, ഇല്ലെങ്കിൽ ഡിഗ്രി കഴിയുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് എന്നുള്ളൊരു ചിന്തയായിരുന്നു ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നത്. ഫാദർ അനീഷ് മനവത്ത് അധ്യക്ഷനായ ചടങ്ങിൽ VK സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. മനോജ് M കണ്ടത്തിൽ, പ്രേംരാജ്, റോബിൻ വർഗീസ് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. വിഷ്ണു അശോക് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 1500 കുഞ്ഞുങ്ങളെ ഈ കലാലയത്തിൽ നിന്ന് പഠിപ്പിച്ച് വിവിധ ജോലികൾക്കായിട്ട് പറഞ്ഞു വിട്ടു എന്ന് പറയുമ്പോൾ ഒരു കലാലയം നടത്തുന്ന ആളെ സംബന്ധിച്ചിടത്തോളം, ഒരു ഫാക്കൽറ്റിയെ സംബന്ധിച്ചിടത്തോളം അത്ര നിസ്സാരപ്പെട്ട കാര്യമൊന്നുമല്ല. അതുകൊണ്ട് എനിക്ക് തോന്നുക, ഈ പേര്, ഇന്നത്തെ പ്രോഗ്രാമിന് കൊടുത്തിരിക്കുന്ന പേര് എന്തുകൊണ്ടും അന്വർത്ഥമാണ്. എന്തൂസിയ, എനർജറ്റിക്. റിൻഡോ സാറും ഫാക്കൽറ്റിയും അത്രമേൽ എന്തൂസിയാസ്റ്റിക്കോടെ, എനർജറ്റിക്കോടുകൂടെ കഴിഞ്ഞ 10 വർഷക്കാലം ഈ കലാലയത്തിന് വേണ്ടി അധ്വാനിച്ചതിൻ്റെ വിയർപ്പ്, പ്രാർത്ഥന, ഈശ്വരാനുഗ്രഹം എല്ലാം അടങ്ങിയ ഒരു സമ്മേളനമാണിത്. എങ്ങോട്ട് പോയാലാണ് നമുക്ക് വിജയത്തിലെത്തുക എന്ന ഒരു വഴി കണ്ടെത്തണം. നോസ് ദി വേ. താൻ കണ്ടെത്തിയ വഴി മറ്റുള്ളവരെ കാട്ടിക്കൊടുക്കണം. ഷോസ് ദി വേ. പിന്നീട് നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ ഗോസ് ദി വേ, കൂടെ സഞ്ചരിക്കണം. അതാണ് ഒരു ലീഡർഷിപ്പ്. പിന്നീട് കൺട്രോളിങ്, ഫലപ്രദമായ ആശയവിനിമയം, കൃത്യമായ കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം ചേരുമ്പോഴാണ് ഒരു മനുഷ്യൻ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം വിജയത്തിലെത്തുന്നത്. അത്തരത്തിലുള്ളൊരു പരിശീലന സ്ഥാപനത്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളെല്ലാവരും ഇപ്പോൾ നന്നായി പഠിക്കുന്നുണ്ടില്ലേ? എന്തൊരു ബുദ്ധിയാണ്! ഞാൻ 84-ന് SSLC ബാച്ചാണ്. അന്ന് ഞങ്ങൾ പഠിക്കുമ്പോൾ 60% മാർക്ക് കിട്ടിയ ഫസ്റ്റ് ക്ലാസ്സാണ്. ഇന്ന് നമ്മുടെ പുതിയ കുട്ടികളോടത് പറഞ്ഞാൽ അവർക്കത് പുച്ഛമാണ്. കാരണം ആ ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ 60% എന്ന് പറഞ്ഞാൽ A+ ഇല്ല, A ഇല്ല, B+ ഇല്ല, വെറും B മാത്രമാണ്.